അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ, വിഷമങ്ങളില്ലാതിരിക്കാൻ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ച രക്ഷപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആനിലെ 2 സൂറത്ത് ഓതിയാൽ മതി. ചെറിയ നിസാരമായ സൂറത്ത്, പക്ഷെ അത് സാധാരണ സൂറത്ത് ഓതുന്നത് പോലെ ഓതുകയല്ല. ഞാനതിൻ്റെ രൂപം പറയാം. ലോകം ഇടിഞ്ഞു വീണാലും ശരി, നിനക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നമസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകം ഇടിഞ്ഞു വീണാൽ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ടെൻഷനാണെങ്കിലും ശരി, നിനക്ക് സമാധാനം കിട്ടുമെന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സുബഹിക്ക് നിങ്ങളൊക്കെ എഴുന്നേൽക്കില്ലേ? എഴുന്നേൽക്കുന്ന സമയത്ത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്നാണ് അതിന് പറയുക. ശ്രദ്ധയോടെ ഒരിക്കലും ഒഴിവാക്കി പോകല്ല. വല്ലാത്ത നേട്ടമാണ്. സുബഹിക്ക് മുമ്പുള്ള ഈ 2 റക്അത്ത് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചാൽ ടെൻഷനുകളൊക്കെ പോകും. ലോകം ഇടിഞ്ഞു വീണാലും ശരി, സമാധാനം കിട്ടും, നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഖിബലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നു. ശേഷം ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിയിട്ട് ശേഷം സൂറത്ത് ഓതുമല്ലോ. 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും. 1-ാമത്തെ റക്അത്തിൽ 2 സൂറത്ത് ഓതണം. അലം നശ്റഹ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സാധാരണ പോലെ സുജൂദ് റുക്അ കഴിഞ്ഞാൽ 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അലം തറ കൈഫ ഫഅല റബ്ബുക എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും, അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഇത് ഓതിയിട്ട് നിങ്ങൾ മനസ്സമാധാനത്തോടുകൂടി നിങ്ങൾ ഒന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്ത് നോക്കൂ. അന്ന് കിടന്നുറങ്ങുന്നവരെ പറ്റി, അന്നത്തെ പകൽ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നവരെ സമാധാനം കിട്ടാൻ ഇത് വലിയ കാരണമാകും. വെറുതെ പറയല്ല, മുത്തുനബി പറഞ്ഞതാണ്, ജീവിതത്തിൽ പകർത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി